ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഈദിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ നീച്ച് ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു. കാരണം ഞാൻ കുറച്ച് ലേറ്റായിട്ട് തന്നെ നീച്ചത്. ഉമ്മ രാത്രി ഉറങ്ങിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. രാവിലെ നീച്ചപ്പോൾ ഉമ്മ അടുക്കളയിൽ തകൃതിയായ പണികളും കാര്യങ്ങളും കേട്ടോ. പിന്നെ ഇന്ന് എനിക്ക് കാര്യമായിട്ട് പണിയൊന്നും എടുക്കണ്ട. നൈലൂനെ ഫുഡ് എടുക്കുക, കുളിപ്പിക്കുക, അതൊന്നും എൻ്റെ ഡ്യൂട്ടിയല്ല. കാരണം പാത്തൂന് അതൊക്കെ ഭയങ്കര താല്പര്യം, ഓളെ കയറിട്ടാണ് ചെയ്യുക. അപ്പോൾ ഓളാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പായസം എടുത്തുകൊണ്ട് കുറച്ച് പായസം കുടിച്ചു. കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. 9 മണിയാകുമ്പോഴേക്കും നമ്മൾ എന്തായാലും ബിരിയാണി കഴിക്കും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് തോന്നുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ തന്നെ പറഞ്ഞാണ് രാവിലെ ഒന്നും ഉണ്ടാക്കണ്ട, നമുക്കതൊക്കെ കഴിക്കാനുള്ളതല്ലേ, അപ്പോൾ പിന്നെ പ്രത്യേകിച്ചൊന്നും വേണ്ടാന്നിട്ടാ. അതൊക്കെ കഴിഞ്ഞ് അടുക്കളയിലൊക്കെ എത്തിയപ്പോൾ ഇതാ ഒരു തളിക നിറച്ച് ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ബിരിയാണിയിലേക്കുള്ള ചോറുമ്മ ഹാഫ് ബോയിൽ എടുത്താണ്, ഹാഫ് കുക്ക് ആക്കിയതാണ്. അതിനുശേഷം പുറത്ത് അടുപ്പത്തായിട്ടാണ് തീ കൂട്ടിയിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ കുറേ ബിരിയാണി ഉണ്ടാക്കണം, 2 കിലോ പോലെ ചോറ് ഉണ്ടാക്കണം. കാരണം പാത്തൂന് അവളെ ഹോസ്പിറ്റലിൽ അവളെ ഫ്രണ്ട്സിന് കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ എനിക്കും കൊണ്ടുപോകണം കേട്ടോ. അങ്ങനെ അപ്പോൾ അത് കാരണം പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഷെമി പള്ളി കയറി നിൽക്കേണ്ടതാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വൈക്കലിങ്ങനെ ആണ്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉല്ലാത്തുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഉമ്മ ഉള്ളി ഒന്ന് വഴണ്ടി വന്നപ്പോൾ അതിലേക്ക് തക്കാളി ഇട്ടു. ഞാൻ ഉമ്മാൻ്റെ ബിരിയാണി കാര്യമായിട്ട് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉമ്മാൻ്റെ കൂടെ തന്നെ നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ കാര്യമായിട്ട് പണിയെടുക്കാനുള്ള മടി, അതും കൂടി പറയാം. അതാകുമ്പോൾ ഓരോന്നോരോന്ന് എടുത്തു കൊടുത്താൽ മതിയല്ലോ എന്നുള്ളൊരു വിചാരത്തിലും കൂടിയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉമ്മ ഉള്ളിയും വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകൊന്നും ഇടണം ഞാൻ കണ്ടില്ല. കാരണം വർത്തമാനത്തിൽ മുഴുകി പോയി കഴിച്ച് ഞങ്ങളെല്ലാവരും കൂടിയ പിന്നെ അങ്ങനെയാണ്. പിന്നെ ഒന്നും അറിയില്ല, ഭയങ്കര രസമാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ വീടിൻ്റെ ചുറ്റുള്ള ഭാഗമാണ്, ഇത് ഫുള്ള് റബ്ബറും തോട്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണിക്കാൻ വേണ്ടി ഞങ്ങളെ വീട് റബ്ബറും തോട്ടത്തിൻ്റെ നടുക്കാണ് വരുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഉമ്മാൻ്റെ ബിരിയാണീൻ്റെ കൂട്ടൊക്കെ മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട്, കറിവേപ്പിലയും കാര്യങ്ങളൊക്കെ ഇട്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ബിരിയാണി മസാല ഒക്കെ ഇട്ട് തൈരൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിക്കാണ്ട് അതിക്ക് നമ്മൾ തലേ ദിവസം എന്ത് ചെയ്തു, മസാല കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കന്. പൊരിക്കാനല്ല, പൊരിച്ച ബിരിയാണിയൊന്നും അല്ല കേട്ടോ, സാധാരണ ബിരിയാണിയാണ്. അപ്പോൾ മസാല കൂട്ടി വെച്ചിട്ടുണ്ട്. ഉമ്മ പറയുന്നത് അങ്ങനെ മസാല കൂട്ടി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറയുന്നത്. ഉമ്മ പിന്നെ അതൊക്കെ കുറച്ചും കൂടി മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിക്കാണ്ട് നമ്മൾ ചിക്കൻ ഇട്ടിക്കാണ്ട് നന്നായിട്ട് ഇളക്കിക്കാണ്ട് അതിൻ്റെ മേലെ തന്നെ വേവിച്ച് വെച്ച ചോറുണ്ടല്ലോ അപ്പം തന്നെ ദം ചെയ്യാണ് ചെയ്യണത് കേട്ടോ. കാരണം കുറച്ച് സമയം വൈകി നടക്കാണ്ട് ഉമ്മ ധൃതി കൂട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. കാരണം ഉമ്മാക്ക് എല്ലാം രാവിലെ തന്നെ ആവണം. രാവിലെ അവല് സുബൈക്ക് പാത്തുമ്മയൊക്കെ കുളി കഴിഞ്ഞിരിക്കണം. എൻ്റെ കുളി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഗൈസ്, ഞാൻ കുറച്ച് ഡിലേ ആയിട്ടാണ് നീച്ചത്, അതുകൊണ്ടാട്ടോ. പിന്നെ ഉമ്മയും ഷെമിയും കൂടി ചോറൊക്കെ ചെമ്പിലേക്ക് ആക്കിക്കാണ്ട് ഉമ്മ മലയിലും നെയ്യൊക്കെ ഒഴിച്ചിക്കാണ്ട് അത് ദമ്മിട്ടു കേട്ടോ. ദമ്മിട്ടുകാണ്ട് അടച്ചു വെച്ചുകാണ്ട് ഞാൻ അടുക്കളയ്ക്ക് കയറിയപ്പോൾ അടുക്കളയിൽ നമ്മൾ ബീഫ് ഇതാ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ കേട്ടോ. അപ്പോൾ പിന്നെ ഇന്ന് ബിരിയാണിയും ബീഫും അതുപോലെ ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണിയും ബീഫ് പിന്നെ പപ്പടം, അച്ചാർ അങ്ങനെയൊക്കെയാണ് കേട്ടോ അന്ന് കഴിക്കാനുള്ളത്. പിന്നെ സേമിയ പായസമാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ചെമ്പ് ദമ്മിട്ടിക്കാണ്. ദമ്മ് പൊട്ടിച്ചാൽ നിന്ന സമയമായപ്പോഴേക്കും ഞാൻ കുളിക്കാൻ പോയി. ഷെമിയാണ് ദമ്മ് പൊട്ടിക്കുന്നത് കേട്ടോ. അങ്ങനെ ടേബിളിലേക്ക് എല്ലാം ഫുഡും കാര്യങ്ങളൊക്കെ കൊടുന്ന് വെച്ച് ഞങ്ങൾ കഴിക്കാതിരിക്കുവാനായപ്പോഴേക്ക് എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നു കേട്ടോ. അപ്പോഴേക്ക് അവർ തിന്നാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ചിങ്ങനെ മടിച്ച് നിന്നുകൊണ്ടാണ് കുറച്ച് നേരം വൈകിയത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പ്ലേറ്റ് എടുത്തുകൊണ്ട് ഞാനും ചോറ് വിളമ്പിക്കാണ്ട് ഞാനും കഴിക്കാൻ നിന്നിട്ടോ. അങ്ങനെ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം കാത്തിരുന്നാലും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ടും നന്നായിട്ട് കഴിക്കാനും പറ്റി കേട്ടോ. അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഇന്ന് ഉമ്മാൻ്റെ വീട്ടിലൊക്കെ പോകാനുണ്ട് കേട്ടോ, പെരുന്നാളല്ലേ. അപ്പോൾ പിന്നെ ഞാനും ഡ്രസ്സ് മാറി മോൾക്കും മടിച്ച് ഞാനും മോളും ഷെമിയും ബൈക്കിലും ഉമ്മയും പാത്തും ആയിഷും സ്കൂട്ടിയിലും അങ്ങനെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് മോള് ചെറുതായിട്ട് ഇങ്ങനെ കുറുമ്പ് കാട്ടുന്നുണ്ടായിരുന്നു, വിശക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അവൾക്ക് പാലെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ അടുത്തൊരു കൂൾ ബാറിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇരുന്ന് കണ്ട് അവൾക്ക് കൊടുക്കാൻ ഇഷ്ടം. നല്ല വെയിലും അല്ലേ, നല്ല ചൂടുമാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾക്കും ദാഹിച്ചപ്പോൾ 2 ചിക്കു ജ്യൂസ് ഓർഡർ ആക്കിയിരുന്നു. മൂപ്പര് കുടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മോൾക്ക് പാലെടുക്കുന്നു. അപ്പോൾ പിന്നെ ഞാൻ പാലെടുത്ത് കഴിഞ്ഞപ്പോൾ മൂപ്പര് എന്ത് ചെയ്തു, ഓളെ വാങ്ങിച്ചു. ഞാൻ എൻ്റെ ചിക്കു ജ്യൂസ് കുടിച്ചു കേട്ടോ. ചിക്കു ജ്യൂസ് കുടിച്ചതുകൊണ്ടാണ് എന്താണെന്ന് എനിക്കറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുടിച്ചപ്പോഴൊക്കെ. പക്ഷെ ദാഹം അങ്ങോട്ട് മാറിയില്ല. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു ഒരു ലൈം ജ്യൂസും കൂടി വാങ്ങുമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ലൈം ജ്യൂസും കൂടി വാങ്ങിത്തന്നു. അത് കുടിച്ചപ്പോൾ നല്ല സുഖം കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് പച്ചവെള്ളത്തിനും തണുത്ത പച്ചവെള്ളത്തിനോടും ലൈം ജ്യൂസിനോടും ലൈഫിൽ ഭയങ്കര ഇഷ്ടം കേട്ടോ. എന്താ അറിയില്ല, എനിക്ക് ഏറ്റവും ടേസ്റ്റുള്ള വെള്ളം അതായിട്ടൊക്കെ തോന്നാറുണ്ട് ചില സമയങ്ങളിൽ ദാഹം കൂടുമ്പോൾ കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വറ്റിലൂർ എത്തിമ്മാൻ്റെ വീട്ടിൽ കേട്ടോ. അവിടെ എത്തിയപ്പോൾ കാക്കും മമ്മിയും മാത്രമേ ഉള്ളൂ, ബാക്കി ആരും തന്നെ ഇല്ല. കാരണം അമ്മായും കുട്ടികളും അമ്മായിൻ്റെ വീട്ടിലേക്ക് പോയിക്കണം കേട്ടോ. സാധാരണ പെരുന്നാൾക്ക് അമ്മായിക്ക് പൊയ്ക്കാണ്ട് വരാൻ മാത്രമേ നടക്കലുള്ളൂ, അമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്രാവശ്യം കാക്കു വന്നതുകൊണ്ട് അമ്മായിനോട് ഒരു ദിവസം നിന്നിട്ട് വരാൻ പറഞ്ഞ കേട്ടോ. പിന്നെ ഞങ്ങളാട്ടോ ആദ്യം വന്നത്. ഞങ്ങൾ വന്ന് പിന്നെ ഞങ്ങൾ വർത്താനം കാര്യങ്ങളൊക്കെ പറഞ്ഞ്
പ്രത്യേകിച്ച് കുട്ടിനോട് എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. എല്ലാവർക്കും കുട്ടിനോടെന്നല്ല, ഞങ്ങളെ പൊതുവെ എല്ലാവർക്കും കാര്യം തന്നെയാണ്. അത് കഴിഞ്ഞ് പാത്തുവിന് റീലെടുക്കാനുള്ള കുറച്ച് പട്ടിഷോയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പാത്തു അയച്ചു. പിന്നെ കാക്കു അടുക്കളയിൽ പോയേക്കാരും പായസം എടുത്ത് കുടിക്കാനൊക്കെ പറഞ്ഞു. വന്ന് നോക്കിയപ്പോൾ അടുക്കളയിൽ ചെറുപയർ പായസം ഇട്ടാ. ഒരുപാടൊന്നുമില്ല, കാലിയായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് കുടിക്കാനുള്ളത് കേട്ടോ. പിന്നെ നമ്മളെ ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു. പാത്തു അത് മുക്കി 2-3 ഗ്ലാസ് ഇങ്ങനെ കുടിച്ചിങ്ങനെ ടേസ്റ്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇഞ്ഞി നിർത്ത്, എനിക്കും ഉമ്മാക്കൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ ഞാനും ഒരു ഗ്ലാസ് എടുത്ത് ആക്രാന്തം മൂത്ത് കുടിച്ചുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരക്കുന്നുണ്ട്. അതൊന്നും കാര്യമാക്കണ്ട, ഒടുക്കത്തെ ആക്രാന്താണെന്ന് കരുതിയാൽ മതി കേട്ടോ. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പായസം. ഇവിടെ ചെറുപയർ പായസം മാത്രമല്ല കേട്ടോ, ഇവിടെ സേമിയ പായസം കൂടി ഉണ്ടായിരുന്നു. കാരണം അമ്മമ്മ ചെറുപയർ പായസം കഴിക്കാത്തതുകൊണ്ട് സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ സേമിയ പായസമായിരുന്നു. പിന്നെ എല്ലാവരും വന്നു. അടുത്തന്നെ ഒരു കുഞ്ഞാമാൻ്റെ വീടുണ്ട്. അപ്പോൾ കുഞ്ഞാമയും കുട്ടികളും വന്ന്, പിന്നെ ചെറിയ കുഞ്ഞാമയും കുട്ടികളും വന്ന്, അങ്ങനെ എല്ലാവരും വന്നു കേട്ടോ. എല്ലാവരും വന്നപ്പോൾ വീട്ടിൽ നിറച്ചാളായി. എല്ലാവരും കൂടി എ സിയുള്ള റൂമിൽ എന്ത് ചെയ്ത് എ സി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ചൂട് അത്രയ്ക്ക് അത്രയ്ക്ക് ചൂടാണ്. മോളൊക്കെ വരുമ്പോൾ കണ്ട് പൊരിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ പിന്നെ എല്ലാവരും കൂടി ചോറുന്നാൻ വേണ്ടിയിട്ട് ഇരിക്കണത്. ചെറിയ ആപ്പയാണ്. അങ്ങനെ ചോറുന്നാൻ വേണ്ടിയിട്ട് റെഡിയായി. അങ്ങനെ ചോറൊക്കെ തിന്ന് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയതിന് ശേഷം പിന്നെ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോവാണ്ട്, അപ്പോൾ അതും കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഞാൻ പോകുമ്പോൾ ഇനി എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ബൈക്കുമ്പോൾ പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്ട് പിന്നെ കുറച്ച് ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, സമതാക്കാൻ്റെ ഓട്ടോ വിളിച്ചു. അപ്പോൾ ഈ മുന്നിലിരിക്കുന്ന ഈ കുട്ടി ഡ്രൈവർ ആരാച്ചാൽ മൂപ്പരാളെ മോനാണ് കേട്ടോ. അപ്പോൾ ഓനെ ടൂർ ഉണ്ടാവണം എന്ന് പറഞ്ഞപ്പോൾ ഓനെ ഞങ്ങളെ കൂടെ കൊണ്ടുപോയിക്കാണ്ട് ടൂറാന്ന് പറഞ്ഞുകൊണ്ട് ചെറുതായിട്ടൊന്ന് പറ്റിച്ചതാട്ടോ. അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. പിന്നെ മൂപ്പരെ ഞങ്ങളെ വീട്ടിലാക്കി പോയി. ശനിയും വന്നിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ മോളതാ ഈ ഊഞ്ഞാലിലൊക്കെ അടുത്ത് മൈശുവിൻ്റെ ഊഞ്ഞാലാണ്. അതിലിങ്ങനെ മേക്കു ഹവ്യ ആട്ടിക്കൊണ്ടിരിക്കണം. അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അവൾക്ക് എന്താ അറിയില്ല, ഈ ഇടായിട്ട് ഭയങ്കര ഇരിക്കാൻ ഭയങ്കര കൊതിയും പൂതിയൊക്കെയാണ്. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ഇപ്പോൾ ഒരു പെട്ടി പൂത്തിരിയും 2 ചക്രവും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കത്തിക്കണ. അപ്പോൾ ഇപ്പോൾ അത് പേരക്കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അത് നിർബന്ധമാണ്. സാധാരണ ഇതൊക്കെ അളിയാൻകാരൊക്കെ ഇന്ന് കൊണ്ടുവന്നിരുന്നു പണ്ടൊക്കെ. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം അളിയാൻകാരൊക്കെ വരും പോവും, അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ ഇപ്രാവശ്യം ഇപ്പം കൊണ്ടത് ഇപ്പം തലേ ദിവസം തന്നെ പണി. ഇപ്പം പേരക്കുട്ടികളുണ്ടായതിനു ശേഷം ഭയങ്കര ചിലവാണ്. മക്കളെ നോക്കണമെങ്കിൽ ചിലവാണെന്നാണ് തോന്നുന്നത് കേട്ടോ. അങ്ങനെ പൂത്തിരി തലങ്ങും കത്തിച്ചാൽ നോക്കിയിട്ടൊന്നും നടന്നില്ല. ഒരു ലൈറ്റർ കേടുന്നു. ലാസ്റ്റ് പിന്നെ അടുക്കളയിൽ പോയി തീ എടുത്തോണ്ട് മൂവി അതിമേലും വല്ലാണ്ടും നടന്നില്ല. 1-2 കത്തിയ തോന്നുന്നു, ബാക്കിയൊന്നും കത്തിയില്ല കേട്ടോ. പിന്നെ ലാസ്റ്റ് ഓല് ഗതി കെട്ടിക്കാണ്ട് ഓല് റോട്ടിലേക്ക് ഇറങ്ങി ചക്രം കത്തിക്കാണ്. അങ്ങനെ ആദ്യത്തെ ചക്രം കത്തിച്ചു, അത് സക്സസ് ആയി. പിന്നെ 2ാമത്തെ ചക്രം ഒന്നും നോക്കില്ല, അതും കത്തിച്ചു, അതും സക്സസ് ആയിട്ടാ. പിന്നെ അതിനുശേഷം നമുക്ക് ചോറ് നാനുണ്ട്. അപ്പം ടേബിളിൽ ചോറും കാര്യങ്ങളൊക്കെ നിർത്തി. ഇവിടെ കഴിക്കാനുള്ളത് അടപ്രഥമൻ പായസവും അതുപോലെ ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈ പിന്നെ തൈര് അച്ചാർ ഇതൊക്കെയാണ് കേട്ടോ. അതൊക്കെ കഴിച്ച് നമ്മൾ ഫ്ലാറ്റിലേക്ക് പോകുന്നു. ഫ്ലാറ്റിൽ വന്ന് നമ്മൾ സമാധാനമായിട്ട് കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഇത് വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.